ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ഓട്സിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പോൾ ഓട്സിൻ്റെ പുട്ട് നല്ലതാണ്, ഡയറ്റ് ചെയ്യുന്നവർക്കും കുട്ടികൾക്കായാലും ഷുഗറുള്ളവർക്കായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം കേട്ടോ. ഇതിനായിട്ട് 3 കപ്പ് ഓട്സാണ് എടുത്തത്. ഇത് സാധാരണ ക്വേക്കറിൻ്റെ സാധാരണ ഓട്സാണ് കേട്ടോ, റോൾഡ് ഓട്സ് ഒന്നുമല്ല, സാധാ ഓട്സ്. അത് 3 കപ്പ് എടുത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നനയ്ക്കാനായിട്ട് നമ്മൾ നാളികേരപ്പാലിൻ്റെ 1-ാം പാലല്ല, അതിൻ്റെ 2-ാം പാൽ ഉണ്ടായിരുന്നു. ഇവിടെ നാളികേരപ്പാൽ എടുത്തിട്ട് ആ പീര ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ നാളികേരപ്പാലാണ് നമ്മളെടുത്തത്, 2-ാം പാൽ കേട്ടോ. ഫസ്റ്റ് എക്സ്ട്രാക്റ്റ് അല്ല, 2-ാമത്തെ. അതിങ്ങനെ കുറേശ്ശെ എടുത്ത് ഇങ്ങനെ നനയ്ക്കുക. 1 കപ്പ് നാളികേരപ്പാൽ എടുത്തു കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഓട്സ് അങ്ങനെ തന്നെയുള്ള കാരണം നമുക്ക് മിക്സ് ചെയ്യാൻ നല്ല സുഖമാണ്, കുഴയൊന്നുമില്ല കയ്യിൽ. മുഴുവനായിട്ട് കിടക്കുന്ന ഓട്സ് അല്ലേ. ഓട്സ് ആകുമ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുമല്ലോ, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. ഏകദേശം എല്ലാതും നന്നായി നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കയ്യിലിങ്ങനെ ഉരുള പോലെ പിടിക്കുമ്പോൾ കണ്ടില്ലേ, അപ്പോൾ എല്ലാം നനഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് കുതിരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുത്തോളാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറ് എടുക്കുക. അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. 2 പ്രാവശ്യം ഒന്ന് ബാക്കിലേക്ക് ഒന്ന് പൾസ് ചെയ്താൽ മതി. കൂടുതൽ നേരം കറക്കണ്ട, അത്രയും മതി. അപ്പോഴേക്കും ഇത് ഇങ്ങനെ നല്ല പൊടി പോലെയാവും. ഇപ്പോൾ ഒരു പ്രാവശ്യം കുറച്ചിട്ടിട്ട് പൾസ് ചെയ്തതാണിത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ, ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. ഇനി അടുത്ത് ചെയ്യുമ്പോൾ നമ്മളൊരു 5-10 കാഷ്യൂനട്ട് എടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ഓട്സ് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട് ചേർക്കണ്ടെന്നുള്ളവർക്ക് അത് ചേർത്താൽ പിന്നെ നമുക്ക് പുട്ട് കുറച്ചും കൂടെ നല്ലതാവും. അങ്ങനെ അതും കൂടി പൊടിച്ചു. അപ്പോൾ കാഷ്യൂനട്ട് ഇട്ട കാരണം ഇതൊരു കട്ട പിടിച്ച പോലെ ഇരിക്കുന്നില്ലേ, അതുപോലെ ഉണ്ടാവും കേട്ടോ. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അങ്ങനെ 3-ാമത്തെ ബാച്ചും കൂടെ നമ്മൾ ഇതുപോലെ പൾസ് ചെയ്തെടുത്തു, അതും അതിലിട്ട് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓട്സ് മൊത്തം നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. ഇനിയിപ്പോൾ നമ്മളെല്ലാതും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിലല്ല നമ്മൾ കാഷ്യൂനട്ട് ഉള്ളത്, ഒരു നടുവിലത്തെ ബാച്ചിൽ. അപ്പോൾ അതാണ് ഇങ്ങനെ കട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട മാറ്റണ്ടേ. അപ്പോൾ വീണ്ടും ആ മിക്സിയുടെ ജാറിൽ ഇതൊരു 2 പ്രാവശ്യം ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ പൊടിഞ്ഞ് എല്ലായിടത്തും, അപ്പോൾ കാഷ്യൂനട്ടൊക്കെ എല്ലാ ഓട്സിലും ഒരുപോലെ ആവും. അങ്ങനെ നമ്മൾ നാളികേരം ചെരുകിയത് നമ്മുടെ പുട്ടിൻ്റെ പാത്രം എടുക്കുക, അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുക സാധാരണ പോലെ. ഇപ്പോൾ ഇതിൽ കുറച്ച് നാളികേരം ഇട്ടാൽ മതി, കാരണം നമ്മൾ ഈ ഓട്സ് കുഴച്ചത് തന്നെ നാളികേരപ്പാലിലാണ്. പിന്നെ ഇനി ഇത് കഴിക്കുമ്പോൾ നമ്മൾ നാളികേരപ്പാൽ വേറെ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് നാളികേരം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൽ അങ്ങനെ കുത്തി അമർത്താണ്ട് പ്രസ് ചെയ്യരുത്, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ലൂസായിട്ട് ഇട്ട് കൊടുത്താൽ മതി പൊടി. അങ്ങനെ നമ്മുടെ പുട്ടുപാത്രത്തിൽ നിറച്ചു. ആവി വരുന്ന കുക്കറിൻ്റെ മുകളിൽ അത് വെച്ചു കേട്ടോ. 3 മിനിറ്റ് ആവി വന്നു കഴിഞ്ഞിട്ട് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് എടുത്ത് അതിൻ്റെ ഒന്ന് ചൂട് മാറിയിട്ട് ആക്കിയാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഇടുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടിപ്പോവും. ചൂട് കുറച്ച് കുറഞ്ഞാലാണ് ആ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുക. നമുക്ക് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ ഷേപ്പ് പോയാലൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് പൊട്ടാണ്ടിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ നാളികേരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നേരത്തെ എടുത്തതിൻ്റെ 1-ാം പാലാണ് ഇത് കേട്ടോ. അതിൻ്റെ 2-ാം പാലിലാണ് നമ്മൾ ഓട്സ് കുഴച്ചത്. അതിങ്ങനെ പുട്ടിൻ്റെ മുകളിൽ കൂടെ, ചൂടുള്ള പുട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. നല്ല സ്വാദ് ഉണ്ടാവും. ഇതിൽ മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, അഥവാ മധുരം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദ് ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഇത് പഴം പുഴുങ്ങിയതിൻ്റെ കൂടെയാണ് ഇത് കഴിച്ചത്.
നമ്മളിതിൽ നട്ട്സൊക്കെ ചേർത്ത കാരണം പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ നമുക്ക് പയർ കറിയോ കടലക്കറിയോ എന്ത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് ഈ പുട്ട് കഴിക്കാം. ഇതിപ്പോൾ എളുപ്പപ്പണിയാണ് ഇങ്ങനെ ചെയ്തത്, പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഓട്സിൻ്റെ പുട്ട് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.